പടച്ചവനെ യുദ്ധത്തിനൊരു നാട്ടിലൂടെ കടന്നു പോകുമ്പോ ഒരു സുന്ദരിയായ പെണ്ണിനെ കാണുകയാ, ഒരു സുന്ദരിയായ പെണ്ണിനെ കാണുകയാ. പെങ്ങളെ, നിനക്കൊക്കെ പഠിക്കാനുള്ള ചരിത്രമാണ്. അതാ തുലിവെളുത്ത ഒരുത്തനെ കാണുമ്പോ അള്ളാന്റെ ദീന് വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന പെൺകുട്ടികളുണ്ടല്ലോ, ഏതെങ്കിലും ഒരു അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് വളർത്തുന്ന പെണ്ണുങ്ങള്, ആ പെൺകുട്ടികളെ വളച്ചിട്ട് വിളിച്ചിറക്കി കൊണ്ടുവരുന്ന ചെറുപ്പക്കാരാ, പാടാ മോനെ, പഠിക്കാനൊരു ചരിത്രം പറഞ്ഞു തരാം. പടച്ചവനെ, യുദ്ധത്തിന് കടന്നു പോകുന്ന വഴിയിലാണ് അതാ ഒരു സുന്ദരിയായ പെണ്ണിനെ കണ്ടപ്പോ ഒരു ചെറുപ്പക്കാരന് വല്ലാത്ത ആഗ്രഹം തോന്നുകയാ. ഒരു ചെറുപ്പക്കാരന് വല്ലാത്ത ആഗ്രഹം തോന്നി. പടച്ചവനെ, ആ ചെറുപ്പക്കാരൻ തന്റെ ആഗ്രഹം ആ പെണ്ണിനോട് പറയാൻ തീരുമാനിച്ചു. കൂടെ പോയവർ പറഞ്ഞു, അല്ലാഹുവേ, പാപമാ ചെയ്യല്ലേ. പക്ഷേ ആ ചെറുപ്പക്കാരനൊന്നും കേട്ടില്ലടോ. ആ സുന്ദരിയായ പെണ്ണിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ്, എനിക്ക് നിന്നെ വേണമെന്ന് പറയുമ്പോ ആ പെണ്ണ് പറയുകയാ, നിനക്ക് ഞാൻ സമ്മതിച്ചു തരാം, പക്ഷേ നീ യഹൂദ മതത്തിലേക്ക് കടന്നു വരണം. എന്റെ മതത്തിലേക്ക് കടന്നു വന്നാൽ ഞാൻ നിന്റെ ആഗ്രഹങ്ങൾ മുഴുവനും സാധിപ്പിച്ചു തരാം. ആരെന്തൊക്കെ പറഞ്ഞിട്ടും കേൾക്കാതെ ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് യഹൂദ മതം സ്വീകരിക്കുകയാണ്. ആ പെണ്ണുമായി അവിടെ നിന്ന് ആ പെണ്ണുമായി അങ്ങ് കൂടുകയാണ്. ചരിത്രം പറയുകയാ, ആ യുദ്ധം പോലും പരാജയപ്പെട്ടു, ആ യുദ്ധം പോലും പരാജയപ്പെട്ടു. പടച്ചവനെ, ഒരുപാട് നാളുകൾ കഴിഞ്ഞു. അന്ന് യുദ്ധത്തിന് പോയ സമൂഹത്തിലെ ഒരു മനുഷ്യനുണ്ടല്ലോ, ആരാ നാട്ടിലൂടെ പോകുമ്പോ അവിടെ നിന്ന് ചിന്തിച്ചു, അല്ലാ, പണ്ട് ഞങ്ങളുടെ കൂടെ വന്ന ഒരു ചെറുപ്പക്കാരൻ ഇവിടെ വെച്ചാണ് മതം മാറിയത്, ഈ നാട്ടിലാണ് മതം മാറിയിട്ട് പെണ്ണ് കെട്ടിയത്. ആ ചെറുപ്പക്കാരനെ ഒന്ന് കാണണമല്ലോ. അങ്ങനെ ആ ചെറുപ്പക്കാരനെ അന്വേഷിച്ച് കണ്ടുപിടിക്കുകയാ. വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുന്നത് കണ്ടപ്പോ അവന്റെ ജീവിതം ചോദിച്ചറിയുകയാണ്. അവസാനം ഈ മനുഷ്യൻ ചോദിച്ചു, ചെറുപ്പക്കാരാ, നീ അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ച ഹാഫിളായിരുന്നല്ലോ, നീ ഖുർആൻ പഠിച്ചവനായിരുന്നല്ലോ, നീ ഒരു ഹാഫിളായിരുന്നല്ലോ, നിനക്ക് അല്ലാഹുവിന്റെ ഖുർആനിലെ ഏതെങ്കിലും ഒരു സൂറത്ത് ഓർമ്മയുണ്ടോ? മതം മാറി പെണ്ണ് കെട്ടിയ ഹാഫിളായ മനുഷ്യനോട് അവിടെ നിന്ന് ചോദിക്കുകയാ, നിനക്ക് അല്ലാഹുവിന്റെ ഖുർആനിലെ ഏതെങ്കിലും ഒരു സൂറത്ത് ഓർമ്മയുണ്ടോ? 114 സൂറത്തുകളിൽ ഏതെങ്കിലും ഒരെണ്ണം ഓർമ്മയുണ്ടോ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, എല്ലാം ഞാൻ മറന്നുപോയി, എല്ലാം ഞാൻ മറന്നുപോയി, എനിക്കൊരേ ഒരായത്തറിയാ, എനിക്കൊരേ ഒരായത്ത് മാത്രമേ ഓർമ്മയുള്ളൂ, എല്ലാ ആയത്തും ഞാൻ മറന്നുപോയി, ഒരേ ഒരായത്ത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഏതായത്താ ഓർമ്മയുള്ളതെന്നറിയോ? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. ആ ചെറുപ്പക്കാരന്റെ കണ്ടടങ്ങൾ നിറഞ്ഞു പോവുകയാ. അതുകൊണ്ട് പെങ്ങള്, നീയൊക്കെ എവിടെ പോയാൽ അവസാനം എന്റെ മുമ്പിൽ തന്നെ തിരിച്ചു വരും മോളെ. ഇത് സിറാജ് പറഞ്ഞതല്ല, അള്ളയാ പറഞ്ഞത്. നീയൊക്കെ എവിടെ പോയാൽ, ഏത് കൊട്ടാരത്തിന്റെ ഉള്ളിൽ പോയാൽ നിന്നെയൊക്കെ ഒരു ദിവസം എന്റെ മുമ്പിൽ കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട്. അന്ന് ഞാൻ കാണിച്ചു തരാ ഞാൻ ആരാണെന്ന്. വമന അളിലമു മിമ്മന ദുക്കിറ ബിആയാതി റബ്ബി സുമ്മ അറള അൻഹാ ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. അല്ലാഹു പറയുകയാ, ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ടോ കഠിനമായ ശിക്ഷ, ഏറ്റവും കഠിനമായ ശിക്ഷ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ഖുർആൻ പറയുമ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാം കേട്ടിട്ട് അതിനെ നിസ്സാരമായി കണ്ട, അതിനെ പരിഗണിക്കാതെ ഇരുന്നോ, അതിനെ നീ അവഗണിച്ച, അല്ലാഹു തരുന്ന രണ്ടാമത്തെ ശിക്ഷ, അല്ലാഹു കഠിനമായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ.
എന്റെ പ്രിയപ്പെട്ടവര്, മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഇനി മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയോ? വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ വൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ ഖാല റബ്ബി ലിമ ഹസർതനി അഅമാ വഖദ് കുൻതു ബസീറാ ഖാല കദാലിക അതതുക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. ഒന്നാമത്തെ ശിക്ഷ, വഇൻ തദഊഹും ഇലൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദ. ഒരു കാലത്തും അവന്റെ ഹൃദയത്തിലേക്ക് ഹിദായത്തിന്റെ വെളിച്ചം കയറൂല. 2, എങ്ങനെ വേണമെങ്കിലും നടന്നോ, എവിടെ പോകാനാ, എൻ്റെ അടുത്ത് തന്നെ വരുന്നേ, അന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ ആരാണെന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ.